ഓം ശരവണഭവ. നമസ്കാരം. കദംബം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. 2025 മഹാകാന്തസഷ്ടി വ്രതത്തിൻ്റെ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നത് ഒക്ടോബർ 22-നാണ്. ഇത് 7 ദിവസത്തെ വ്രതമാണ്. അതായത് ഒക്ടോബർ 22-ന് തുടങ്ങി ഒക്ടോബർ 28-നാണ് ഈ മഹാകാന്തസഷ്ടി വ്രതം പൂർത്തിയാകുന്നത്. മഹാകാന്തസഷ്ടി വ്രതത്തിൻ്റെ ആദ്യ ദിവസമായ ഒക്ടോബർ 22 തുലാം മാസത്തെ അമാവാസി കഴിഞ്ഞതും ആദ്യം വരുന്ന പ്രഥമ ദിവസം. ആ ദിവസം കാലത്ത്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കാപ്പ് കെട്ടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് നമ്മളുടെ കയ്യിൽ കാപ്പ് കെട്ടാം. കാപ്പ് കെട്ടുക എന്ന് വെച്ചാൽ വെള്ളച്ചരടിൽ മഞ്ഞളും ചന്ദനവും മിക്സ് ചെയ്ത് തേച്ച് അത് ഉണക്കിയതിന് ശേഷം അതിൽ വിരളി മഞ്ഞൾ കെട്ടി അതിനെ നമ്മളുടെ കയ്യിലേക്ക് കെട്ടുക. എന്നിട്ട് മുരുകനോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് എന്താണോ ആവശ്യം, നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് പ്രാർത്ഥിച്ച് മുരുകൻ്റെ അടുത്ത് ഈ വ്രതം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടുന്നതിന് പേരാണ് കാപ്പ് കെട്ടുക എന്ന് പറയുന്നത്. ഈ മഹാകാന്തസഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് കാര്യസിദ്ധിക്കും സന്താനപ്രാപ്തിക്കും മംഗല്യഭാഗ്യത്തിനും വേണ്ടിയിട്ടൊക്കെയാണ്. ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങൾ വിചാരിച്ച കാര്യം തീർച്ചയായും നടന്നിരിക്കും എന്നാണ് വിശ്വാസം. ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ വീട്ടിൽ മുരുകൻ്റെ പടം വെച്ചിട്ടോ, അതായത് ചിത്രം വെച്ചിട്ടോ, അല്ലെങ്കിൽ വേൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ കലശം വെച്ചിട്ടോ, അല്ലെങ്കിൽ വെറും ദീപം കൊളുത്തിയോ നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക. ഇപ്പോൾ കലശം വെച്ചിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ വീട്ടിലുള്ള ചെമ്പ് കലശമോ അല്ലെങ്കിൽ വെള്ളി കലശമോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് എടുത്ത് അതിൽ വെള്ളനൂൽ ചുറ്റി എന്നിട്ട് വേണം കലശം റെഡിയാക്കാൻ. ഇപ്പം നിങ്ങൾക്ക് വെള്ളനൂൽ ചുറ്റാൻ അറിയുന്നില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഭസ്മം എടുത്ത് അതിൽ 3 ഭാഗത്തും, കലശത്തിൻ്റെ 3 ഭാഗത്തും കുറി വരച്ച് അതിൻ്റെ നടുവിൽ ചന്ദനവും കുങ്കുമവും വെച്ച് കുറി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ വെള്ളവും വാസനദ്രവ്യ പൊടിയും ഒരു നല്ല നാരങ്ങയും 1 രൂപയുടെ കോയിനും ഇട്ട് അതിന് മുകളിൽ ദർഭപ്പുല്ലും മാവിലയും ചേർത്ത് അലങ്കരിച്ച് അതിന് മുകളിൽ തേങ്ങ വെച്ച് അതിൽ ചന്ദനവും കുങ്കുമവും തന്നെ കുറി വരയ്ക്കുക. എന്നിട്ട് ആ കലശത്തെ വാഴയിലയിൽ നെല്ലോ അല്ലെങ്കിൽ പച്ചരിയോ വെച്ച് അതിന് മുകളിൽ ഈ കലശം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ കലശം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും അല്ല മുരുകൻ്റെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും അല്ല ഒരു ദീപം തെളിയിച്ചിട്ടാണ് പ്രാർത്ഥിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഷഡ്കോണ കോലം പച്ചരിയുടെ പൊടി കൊണ്ട് വരച്ച് അതിൽ ശരവണ ഭവ എന്ന് എഴുതി അതിനുശേഷം അതിന് മുകളിൽ 6 അകൽ വിളക്ക്, അതായത് മൺവിളക്ക് വെച്ച് അതിൽ ഒരു വിളക്കിലെങ്കിലും നെയ്യൊഴിച്ച് എന്നിട്ട് വേണം തിരി തെളിയിക്കാൻ. നിങ്ങൾ കാലത്തും വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ പൂജിക്കാനായിട്ട് ചെവരളിപ്പൂവ് അല്ലെങ്കിൽ ചുവന്ന ചെമ്പരുത്തിപ്പൂവ്, അങ്ങനെ ഏത് ചുവപ്പ് നിറത്തിലുള്ള പൂവ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഈ പറഞ്ഞ പൂക്കളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏത് പൂവാണോ ലഭിക്കുന്നത് അത് വെച്ച് പൂജിക്കാവുന്നതാണ്. നിവേദ്യമായിട്ട് ഗോതമ്പിൻ്റെ പായസമോ അല്ലെങ്കിൽ പൊങ്കലോ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടോ ഉണ്ടാക്കി നിവേദ്യമായി ഭഗവാന് വയ്ക്കാവുന്നതാണ്. ഭഗവാന് തിരുപ്പുകൾ, വേൽമാറ്, കന്തഷഷ്ടി കവചം, പകൈക്കടി, കന്തർ അലങ്കാരം, കന്തർ അനുഭൂതി, കന്തർ അന്താതി, അങ്ങനെ കുറേ മുരുകൻ്റെ പാട്ടുകൾ പാരായണം ചെയ്യാവുന്നതാണ്. ഷഷ്ടികവചം 6 പട വീടിനും ഷഷ്ടികവചമുണ്ട്. പക്ഷേ നമ്മൾക്ക് കൂടുതലും അറിയുന്നത് തിരുച്ചെന്തൂരിലെ ഷഷ്ടികവചമാണ്. സന്താന ഭാഗ്യത്തിനായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ജഗമായൊത്ത് എന്ന തിരുപ്പുകൾ പാരായണം ചെയ്യാൻ മറക്കരുതേ. പലർക്കും ഡൗട്ടുണ്ടാവും, പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ കാപ്പ് കെട്ടിയിട്ടുണ്ടല്ലോ എന്ന്. കുഴപ്പമില്ല, കാപ്പ് നമ്മൾ അഴിച്ച് മാറ്റി വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ വ്രതം തുടരാവുന്നതാണ് നിങ്ങളുടെ ആരോഗ്യ സ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഷഷ്ടി തിഥി വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് വ്രതം നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും എല്ലാപ്പോഴും ഇതിൽ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സമയക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ വെളിനാട്ടിലുള്ളതുകൊണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ പറ്റുന്നുവോ അതുപോലെ ചെയ്ത് മുരുകന് 6 ദിവസവും 6 വിളക്ക് വെച്ച് എല്ലാ ദിവസവും തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം ശരവണ